നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതമായിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ ചിന്തിക്കാനും പഠിക്കാനും പോകുന്നതായിട്ടുള്ള വിഷയം മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ്സേറിയ സൃഷ്ടിയാണ് എന്നുള്ളതാണ്. ഇന്ന് ലോകത്തിലെ പലർക്കും വ്യക്തമായിട്ട് മനുഷ്യൻ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് ഇന്ന് ദൈവവചനത്തിലൂടെ ഇതിൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കാൻ തക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപയും ജ്ഞാനവും നൽകട്ടെ. മനുഷ്യൻ്റെ സൃഷ്ടിയെപ്പറ്റി നമുക്ക് ആദ്യം മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങിയെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവിടെയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ: ദൈവം തൻ്റെ സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായിട്ട് അവരെ സൃഷ്ടിച്ചുവെന്ന്. ദൈവം വെളിച്ചത്തെയും ആകാശത്തെയും സൃഷ്ടിച്ചതിന് ശേഷം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഭൂമിയിലുള്ള സകല ചരാചര ജന്തുക്കളെയും പക്ഷികളെയും മൃഗങ്ങളെയും ചെടികളെയും എല്ലാം ഒക്കെ സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടിച്ചതിന് ശേഷം 6-ാം ദിവസമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അത് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു സൃഷ്ടിയായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റ് മൃഗങ്ങളെയോ സൃഷ്ടിക്കുന്നതിനേക്കാളപ്പുറമായിട്ട് മനുഷ്യനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. ആ സൃഷ്ടിക്ക് പ്രത്യേകത ഉണ്ടായിരുന്നു. മൃഗങ്ങളെപ്പോലെയോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതഗണങ്ങളെപ്പോലെയോ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് സൃഷ്ടിച്ചതല്ല. മനുഷ്യന് സ്വയമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും ഓരോ കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം വിവേചിച്ചോടുകൂടെ ചെയ്യുവാൻ തക്കോണം ആണ് ദൈവം സൃഷ്ടിച്ചത്. രണ്ടാമത് മനുഷ്യൻ്റെ സൃഷ്ടിയിലുള്ളൊരു പ്രത്യേകത, ഇന്ന് ഭൂമി സൃഷ്ടിച്ചിട്ടുള്ള കോടിക്കണക്കിന് മനുഷ്യരെക്കുള്ള ഒരു വ്യക്തിയെ പോലെ വേറൊരു വ്യക്തിയില്ല. ഭൂമി ജനിച്ച കൊടാനുകൂടി മനുഷ്യരിൽ ഒരാളെപ്പോലെ വേറൊരാളില്ല. ഓരോരുത്തരും അതുല്യരാണ്. ഒരു റോസാപുഷ്പം എടുത്താൽ ആ റോസാപുഷ്പത്തെ പോലെ വേറൊരു റോസാപുഷ്പമില്ല. കാരണം അതിൻ്റെ ഘടനയിലും എല്ലാത്തിലും ഭയങ്കരമായ വ്യത്യാസമുണ്ട്. നമ്മൾ ഏറ്റവും കാണുന്ന സീബ്ര, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സീബ്രയും എന്ന മൃഗം ഒരേപോലെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ശരീരത്തിൻ്റെ വരകളെല്ലാം അങ്ങനെയാണ്. പക്ഷേ നമ്മളത് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു സീബ്രയെ പോലെ വേറൊരു സീബ്ര ഇല്ല. എല്ലാത്തിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു മനുഷ്യനെ പോലെ വേറൊരു മനുഷ്യനില്ല, ഒരു മൃഗത്തെ പോലെ വേറൊരു മൃഗമില്ല. എല്ലാത്തിനും ദൈവത്തിൻ്റെ യുണീക്ക്നെസ്, അതുല്യത അതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ഞരമ്പുകൾ കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. വളരെ അത്ഭുതമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ്റെ ശരീരം. സങ്കീർത്തനത്തിൽ 8-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, മർത്യനെ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അറിയിച്ചിരിക്കുന്നു. നിൻ്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് അവനെ അധിപതിയാക്കി സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൂതന്മാരെ സൃഷ്ടിച്ചിരുന്നു. ദൂതന്മാർക്ക് ശരീരമില്ല. ഈ പുതിയ സൃഷ്ടി നിർമ്മിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൂതന്മാർ ആകാംക്ഷഭരിതരായി. ദൈവം സൃഷ്ടിക്കുന്ന ഈ പുതിയ സൃഷ്ടി എങ്ങനെയുള്ളതാണെന്ന് കാണുവാൻ അവർ ശ്രദ്ധിച്ചു. യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കാം. അതിൻ്റെ അളവ് നിയമിച്ചവനാർ നീ അറിയുന്നുവോ? അല്ല, അതിനെ അളവ് നൂൽ പിടിച്ചവനാർ? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? ഇവിടെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ദൈവപുത്രന്മാരായ ദൈവദൂതഗണങ്ങളെ ഒരു പുതിയ സൃഷ്ടിയെ കണ്ടിട്ട് സന്തോഷിച്ചാർത്തു എന്ന് എഴുതിയിരിക്കുക. നമ്മൾ നോക്കിയാൽ 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യം ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെ അവിടെ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ
ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയിരുന്ന കഷ്ടങ്ങളെ പിൻവരുന്ന മഹിമയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. ഞങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ അവർ ഈ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ ഇതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് പാപത്തിലും മരണത്തിലും പിശാചിൻ്റെ അടിമത്തത്തിനും കീഴിലും വീണുപോയ മനുഷ്യനെ കർത്താവായ യേശു രക്ഷിക്കുന്നത് എങ്ങനെയെന്നറിയുവാൻ ഭൂതഗണങ്ങൾ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരുന്നു. മനുഷ്യൻ ദൈവത്തിൻ്റെ ശ്രേഷ്ഠമേറിയ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. ആ സൃഷ്ടിക്കയുടെ വീഴ്ചയിൽ ദൈവദൂതഗണങ്ങൾ പോലും ദുഃഖിച്ചുപോയി. യേശു 100 ആടിൻ്റെ ഉപമയെ പറ്റി, കാണാതെ പോയ 100 ആടിൻ്റെ ഉപമയെപ്പറ്റി ശിഷ്യന്മാരോടും ചുങ്കക്കാരോടും പാപികളോടും പ്രസ്താവിക്കുമ്പോൾ അതിൻ്റെ അവസാനം യേശു പറയുകയാണ്. അത് നമ്മൾ കാണുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യമാണ്. അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ കാണുന്നത്, അങ്ങനെ തന്നെ മനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ചുള്ളതിനേക്കാൾ മനസാന്തരപ്പെടുന്നൊരു പാപിയെ ചൊല്ലി സ്വർഗത്തിലധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മനസാന്തരപ്പെടുന്നൊരു പാപിയെ ചൊല്ലി സ്വർഗത്തിലധികം സന്തോഷമുണ്ടാകും എന്നാണ് അരുളി ചെയ്തത്. ആരാണ് സന്തോഷിക്കുന്നത്? പിതാവായ ദൈവത്തോടൊപ്പം സ്വർഗത്തിലുള്ള സകല ദൂതഗണങ്ങളും സന്തോഷിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നുപോയ, വീഴ്ച സംഭവിച്ച, പാപത്തിൽ വീണ, ലോകത്തിൻ്റെ മയത്തിൽ വീണതായ മനുഷ്യൻ മനസാന്തരപ്പെട്ട് തിരിച്ച് ആ പഴയ ദൈവ തേജസ്സിലേക്ക് വരുമ്പോൾ സ്വർഗം മുഴുവൻ സന്തോഷിക്കുന്ന കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കാരണം മനുഷ്യൻ ദൈവത്തിൻ്റെ ശ്രേഷ്ഠമേറിയ സൃഷ്ടിയാണ്. അതുതന്നെ നമ്മൾ വീണ്ടും പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. സ്തേഫാനോസ് കൃപയും സത്യവും നിറഞ്ഞവനായി അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ ദൈവവചനം ഘോഷിക്കുമ്പോൾ സ്തേഫാനോസിൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. അത് രേഖപ്പെടുത്തിയിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 55 മുതൽ 56 വരെയുള്ള വാക്യമാണ്. എന്നാൽ ആ അധ്യായം തുടങ്ങുന്ന തൊറ്റു മുമ്പുള്ള അധ്യായത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ അവിടെ ഒരു സാക്ഷീകരണമുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ന്യായാധിപതി സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി. അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. എന്നിട്ട് പിന്നത്തെ വാക്യത്തിൽ ആ ദൈവ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം, തൻ്റെ പ്രസംഗം തീർന്നതിന് ശേഷം അവിടെ കൂടിയിരുന്ന ജനങ്ങൾ മുഴുവനും സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. എന്നിട്ട് അവസാനം കാണുന്ന സ്വർഗം തുറന്നിരിക്കുന്നതും സ്തേഫാനോസ് കാണുന്നു. യേശുവിൻ്റെ ക്രൂശി മരണത്തിനും ഉയർപ്പിന് ശേഷമുള്ള ആദ്യത്തെ രക്തസാക്ഷിയാണ് സ്തേഫാനോസ്. സ്തേഫാനോസ് പ്രാണനെ വിട്ട് നിദ്ര പ്രാപിച്ചപ്പോൾ കണ്ട കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർഗത്തിലേക്ക് സ്തേഫാനോസിനെ സ്വീകരിക്കത്തക്കവണ്ണം സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവായ ദൈവവും മനുഷ്യപുത്രനും സ്തേഫാനോസിനെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന രംഗമാണ്. എത്ര ശ്രേഷ്ഠമേറിയ തേജസ്സേറിയ അനുഭവമാണ് അവിടെ, എത്ര ശ്രേഷ്ഠമേറിയ സന്ദർഭം. കാരണം മനുഷ്യൻ ദൈവത്തിൻ്റെ ശ്രേഷ്ഠമേറിയ സൃഷ്ടിയാണ്. പ്രിയമുള്ളവരെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പ്രത്യേകത എന്താണ്? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യേശു സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അവിടെ എഴുതിയിരിക്കുന്ന യേശു നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ദൈവത്തിൻ്റെ മഹത്വമുള്ള ശരീരം ഇപ്പോൾ നമുക്കില്ല. നമ്മൾക്ക് തേജസ് നഷ്ടപ്പെട്ടു പോയതാ. ആ തേജസ് പഴക്കിത്തരത്തക്കവണ്ണം അവിടെ എഴുതിയിരിക്കുന്നത് തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായിട്ട് രൂപാന്തരപ്പെടുത്തുമെന്ന്. അപ്പോൾ നമ്മൾ താഴ്ചയുള്ള ശരീരം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് വായിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ആ താഴ്ചയുള്ള ശരീരം വന്നു അതറിയുന്നതിന് നമ്മൾ ആദിയിൽ ദൈവം സൃഷ്ടിച്ച ഏദൻ തോട്ടത്തിലേക്ക് നമുക്ക് പോകേണ്ടിയിരിക്കും. എന്താണ് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്?
ആദാമും ഹവ്വായും അനുസരണക്കേടിനാൽ പാപം ചെയ്തതിന് ശേഷം യഹോവയായ ദൈവം ആദാമിനോട് സംസാരിക്കുന്നൊരു ഭാഗമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യമാണ്. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു. നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിൻ്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാവുകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? നീ തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് ദൈവം ചോദിച്ചു. ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് ദൈവം ചോദിച്ചു. നീ നഗ്നനെന്ന് ആർ നിന്നോട് പറഞ്ഞു? അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ആദാമും ഹവ്വായും നഗ്നരല്ലായിരുന്നു. അവരുടെ വസ്ത്രം എവിടെ പോയി? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 21 നമ്മൾ കാണുന്നത് യഹോവ ദൈവം ആദാമനും ഹവ്വായും തോൽ കൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ലോകത്തിലെ ആദ്യത്തെ തയ്യൽക്കാരൻ യഹോവ ദൈവമാണ്. അവരെ നഗ്നരായി എന്ന് അവർ അറിഞ്ഞു. അങ്ങനെ എഴുതിയിരിക്കുന്നത്. അതറിഞ്ഞ് അവർ നഗ്നരായി തീരാൻ കാരണം എന്താണെന്ന് അറിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളും നഗ്നരായിട്ട് നടക്കത്തില്ല, നിശ്ചയം. അതിമനോഹരമായ ഒരു തേജസ്സിൻ്റെ വസ്ത്രം ആദാമനും ഹവ്വായ്ക്കും ഉണ്ടായിരുന്നു. സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെട്ടതായ മാലാഖമാരുടെ ലീഡറായ ലൂസിഫറിനെ പറ്റി യെഹെസ്കേൽ പ്രവചന പുസ്തകം 28-ാം അധ്യായം 11 വാക്യം മുതൽ 19-ാം വാക്യം വരെയും വളരെ മനോഹരമായിട്ട് ഇവിടെ വിവരിച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യസമ്പൂർണനും തന്നെ. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, ഗോമേദകം, പുഷ്പരാഗം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള കൂടുകളുടെയും തടങ്ങളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബാകുന്നു. ലൂസിഫറിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി വളരെ മനോഹരമായിട്ട് അവിടെ വർണ്ണിച്ചിരിക്കുക. ഒരു ദൂതഗണങ്ങളുടെ നേതാവിനെ ദൈവം ഇപ്രകാരം ചമയിച്ചിരുന്നു എങ്കിൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവത്തോടുകൂടെ നിത്യത മുഴുവൻ ജീവിക്കത്തക്കവണ്ണം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിയായ മനുഷ്യനെ തീർച്ചയായിട്ടും ഈ ലൂസിഫറിനേക്കാൾ അപ്പുറമായിട്ടുള്ള തേജസ്സിൽ തന്നെ സൃഷ്ടിച്ചിരിക്കും. ആ തേജസ്സാണ് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടത്. ഈ ഭൂമിയിൽ തേജസ്സിൻ്റെ ശരീരം ഉണ്ടായിരുന്നത് 3 പേർക്ക് മാത്രമാണ്. 1 യേശുവിന്, 2 ആദാമിന് ഹവ്വായ്ക്കും അവരനുസരണക്കേടിനാൽ പാപം ചെയ്യുന്നതിന് തുമ്പ് വരെ. ഇവരുടെ ശരീരം ദ്രവിക്കാത്ത ശരീരമാണ്, മരണമില്ലാത്ത ശരീരമായിരുന്നു. ആദാമിൻ്റെയും ഹവ്വായുടെയും തേജസ്സിൻ്റെ പ്രഭ കണ്ടിട്ട് സാത്താന് അസൂയുണ്ടായി. ഈ തേജസ് എന്താണ്? ദൈവം ഇവരെ എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അറിയാൻ നോക്കി. കാരണം തങ്ങളെക്കാൾ അപ്പുറമായിട്ട് തങ്ങൾ ജീവിച്ചിരുന്ന ഭൂമിയിലെ ഏദൻ തോട്ടത്തിൽ ഞങ്ങളെ പുറത്താക്കിയിട്ട് ഞങ്ങൾക്ക് പകരമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഈ മനുഷ്യനെ കണ്ടിട്ട് തള്ളപ്പെട്ടുപോയ മാലാഖമാർക്ക് മനുഷ്യരോട് ഭയങ്കര അസൂയുണ്ടായി. എങ്ങനെയെങ്കിലും ഈ മനുഷ്യനെ നശിപ്പിക്കണമെന്ന് അവർ തീരുമാനിച്ചു. അതിന് അവരെല്ലാ പണികളും നോക്കി. പക്ഷേ ഈ മനുഷ്യൻ്റെ ആദാമിൻ്റെ ഹവ്വയുടെയും അടുക്കൽ അവർക്ക് അടുക്കാൻ പറ്റില്ല. കാരണം അവരുടെ ശരീരം തേജസ്സേറിയ ശരീരമായിരുന്നു. ആ ശരീരത്തിൻ്റെ പ്രഭ നിമിത്തം ഒരു പിശാചിനും ഒരു ദൂതഗണങ്ങൾക്കും അടുക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ ദൂതഗണങ്ങൾ അല്ലെങ്കിൽ തള്ളപ്പെട്ട മാലാഖമാർ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് എങ്ങനെയെങ്കിലും ഈ തേജസ് നഷ്ടപ്പെടുത്തുക. അങ്ങനെയാണ് ഹവ്വ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് പിശാച് പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് ഹവ്വയെ വഞ്ചിച്ചു. തിന്നരുതെന്ന് പറഞ്ഞതായ വൃക്ഷത്തിൻ്റെ ഫലം തിന്നു. അവരുടെ തേജസ് നഷ്ടപ്പെട്ടു. ഹവ്വ തിന്നതിന് ശേഷം ആദാമിനും കൊടുത്തു. ആദാമിൻ്റെ തേജസ് നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അവരുടെ തേജസ് പോയപ്പോഴാണ് അവർ നഗ്നരെന്ന് തിരിച്ചറിയുന്നത്. പിശാച് ഇവിടെ ചെയ്ത ഒരൊറ്റ പരിപാടി എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ആദാമിൻ്റെയും ഹവ്വായുടെയും ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് ഈ ശരീരം ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതിനാണ് പാപം ചെയ്യിപ്പിച്ചത്. തേജസ് നഷ്ടപ്പെട്ട ആദാമും ഹവ്വായും ജഡത്തിലായി തീർന്നു. അപ്പോൾ ആദാം നഗ്നനായി.
ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് ഓടി ഒളിച്ചു. ദൈവം ആദാമിനെയും ഹവ്വായെയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. പക്ഷേ മനുഷ്യൻ്റെ ആ സ്വർഗീയ ശരീരം നഷ്ടപ്പെട്ട് മരണവും രോഗവും പാവവും വേദനകളും കഷ്ടതയും നിറഞ്ഞ ജഡീയ ശരീരത്തിലേക്ക് മനുഷ്യനായിത്തീർന്നു. പക്ഷേ അവർ ഏദൻ തോട്ടത്തിൽ നിന്ന് തള്ളിക്കളയുന്നതിന് മുമ്പ്, കാരണം ദൈവത്തിൻ്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനും സൃഷ്ടിച്ചതുകൊണ്ട് ദൈവം തോൽ കൊണ്ടുള്ള ഒരു ഉടുപ്പുണ്ടാക്കി അവരെ അണിയിച്ചതിന് ശേഷമാണ് ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കിയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് താനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് താനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. അപ്പോൾ ആ തേജസ്സിൻ്റെ ശരീരം നഷ്ടപ്പെട്ട് മനുഷ്യൻ ജഡത്തിൻ്റെ അവസ്ഥയിലായി ദ്രവിക്കുന്ന, പാപം ചെയ്യുന്ന, മരണത്തിലേക്ക് പോകുന്നതായ ഒരു ശരീരത്തിലേക്ക് മാറിയതുകൊണ്ട് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യം സൃഷ്ടിച്ച് തന്നോടുകൂടെ വസിക്കുവാനായിട്ടുള്ള ആ മനുഷ്യനെ കളയാതിരിക്കേണ്ടതിന് ദൈവം തന്നെ ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായിട്ട് നമ്മെപ്പോലെ ഒരുവനായിട്ട് ഇറങ്ങി വന്നു. കർത്താവ് യേശു തൻ്റെ ജഡത്തെ കാൽവരിൽ ക്രൂശിച്ചപ്പോൾ ഈ പാപം വന്ന, വീഴ്ച വന്ന ശരീരത്തെ ക്രൂശിച്ച് ആ ജഡത്തിൽ നിന്ന് നമുക്ക് വിടുതൽ തരുവാൻ വേണ്ടിയിട്ടാണ് യേശു കാൽവരിൽ യാഗമായി തീർന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കാണുന്നത്, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവായ ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് വീഴ്ച വന്ന ശരീരത്തിൽ പിശാചിൻ്റെ അന്ധകാരത്തിന് കീഴിലേക്ക് പോയ നമ്മളെ ആ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് ആക്കി തീർത്തു. നമ്മൾ വീണ്ടും കാണുന്നുണ്ട് 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകും. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചത്. അവിടെ എഴുതിയിരിക്കുന്നത് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്. അപ്പോൾ തേജസ്സേറിയ ഒരു ശരീരത്തിൻ്റെ അവസ്ഥയിൽ ദൈവത്തോടുകൂടെ എന്നേക്കും ജീവിക്കത്തക്കവണ്ണമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. റോമർ 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ വരുമ്പോൾ, റോമർ 8-ൻ്റെ 1-ാം വാക്യം നമുക്കറിയാം, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ മനോഹരമായൊരു വാക്യമുണ്ട്. അപ്പോസ്തലനായ പൗലോസാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റോമർ എഴുതിയ ലേഖനത്തിൻ്റെ മറ്റ് ഒരു പുസ്തകത്തിലും ഒരു ലേഖനങ്ങളിലും കാണാത്തായ ഒരു ശ്രേഷ്ഠമേറിയ ഒരു വാക്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം അതൊരു ലോയാണ്. പിന്നെ പറയുന്ന അടുത്തത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ലോ. പാപം ചെയ്തപ്പോൾ ആദാമഹവ്വായ്ക്ക് വീഴ്ച സംഭവിച്ചപ്പോൾ അവർ വീണത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിലേക്ക്. എന്നാൽ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിലേക്കാക്കി തീർത്തു. അതിനുവേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യം വന്നിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനും കൂട്ടി ഒന്നിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് അവരെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്, അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. യേശു തൻ്റെ തേജസ്സിൽ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് നൽകിയ തേജസ്സിൻ്റെ അവസ്ഥയാണ് കാണിക്കുന്നത്. ആ മരുവമല എന്ന് നമ്മൾ പറയുന്നതായ ആ സ്ഥലത്ത് ദൈവം യേശു തൻ്റെ തേജസ് വെളിപ്പെടുത്തുക. ഇതേ തേജസ്സോടുകൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് വെളിപ്പെടുത്തുകയാണ്. ഇത് തന്നെയാണ് മോശ സീനായ് പർവ്വതത്തിൽ വെച്ച് കാണുന്നത്. സീനായ് പർവ്വതത്തിൽ മോശ 2 പ്രാവശ്യം 40 രാവും 40 പകലും ദൈവസന്നിധിയിൽ ആയിരുന്നു.
ആ ദൈവസേനയിലായിരുന്നതിന് ശേഷം സീനായ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് മോശയുടെ ത്വക്ക് പ്രകാശിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് ഇസ്രായേൽ മക്കളോട് സംസാരിക്കുമ്പോൾ മോശ മുഖത്ത് മൂടുപടമിട്ടു. പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിൽ 29 വാക്യത്തിലാണ് നമ്മളത് കാണുന്നത്. അത് തന്നെ വീണ്ടും വളരെ ക്ലിയറായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 3 അധ്യായത്തിൽ 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അത് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അവസാനം 2 കൊരിന്ത്യർ 3:18 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന തിരുവചനത്തിൽ, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സുമേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. ശ്രദ്ധിക്കണമേ, എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. എത്ര മനോഹരമായ, നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു വാക്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന. ആത്മാവിൽ കർത്താവിന് ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ ആ തേജസ് നമ്മൾ പ്രാപിക്കാനുള്ളവരാണ്, നമ്മൾ രൂപാന്തരപ്പെടും. 2 കൊരിന്ത്യർ 4 അധ്യായത്തിൻ്റെ 17 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നൊടുനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഗനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് തേജസ്സിൻ്റെ നിത്യഗനം കിട്ടുവാൻ ഹേതുവാകുന്നു. തേജസ്സിൻ്റെ നിത്യഗനം. കൊലോസ്യർ 1:27 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, അവരോട് ജാതിയുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. നാം ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശ എന്നാൽ തേജസ്സിൻ്റെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാ നിങ്ങൾ വസിക്കുന്നെന്നും അറിയുന്നില്ലയോ, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതെന്ന് പറയുന്നത്. അപ്പോൾ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ശരീരം തേജസ്സിൻ്റെ ശരീരമായിരിക്കണം. 1 കൊരിന്ത്യർ 2:8 ഇതൊരു മർമ്മമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിൻ്റെ ക്രിസ്തുവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ, ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ അവരെ അറിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വിശ്വാസികളെ ഈ രീതിയിൽ പീഡിപ്പിക്കുകയോ കൊല്ലുകയോ മുറിപ്പെടുത്തുകയോ ചെയ്യത്തില്ല. കാരണം അവർ തേജസ്സിൻ്റെ ക്രിസ്തുവിനെ ക്രൂശിക്കയില്ലായിരുന്നു എന്നാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, വടക്കേ ഇന്ത്യയിലും മറ്റു പല ദേശങ്ങളിലൊക്കെയും വിശ്വാസികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കൊന്നു മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ, കാരണം തേജസ്സിൻ്റെ ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ, തേജസ്സിൻ്റെ ഒരു ശരീരം നമുക്ക് ഓരോരുത്തർക്കും ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നിട്ടുണ്ട് എന്ന് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ ഈ രീതിയിൽ മനുഷ്യരെ കൊല്ലത്തില്ല. കാരണം ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യമാണ്. മറ്റൊരു മനുഷ്യനെ നമ്മൾ ഉപദ്രവിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ബുദ്ധിമുട്ടിക്കുകയോ ആ മനുഷ്യന് എതിരായിട്ട് യാതൊന്നും പ്രവർത്തിക്കുകയോ ചെയ്യത്തില്ല. കാരണം ദൈവത്തിൻ്റെ തേജസ്സേറിയ സൃഷ്ടിയാണ് മനുഷ്യർ. കൊലോസ്യർ 3:4 അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് തിരുവചനത്തിൽ. അപ്പോസ്തലനായ പൗലോസ് ആത്മാവിൽ പറയുകയാണ്, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, ഇപ്പോൾ ഉയർത്തുന്നേറ്റ സ്വർഗത്തിലേക്ക് പോയ കർത്താവായ യേശു ക്രിസ്തു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ വീണ്ടും വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. എത്ര മനോഹരമായൊരു പ്രത്യാശയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ചുമ്മാ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് ഇങ്ങനെ വരുന്നതല്ല. എങ്ങനെയാ? ക്രിസ്തു വെളിപ്പെടുമ്പോൾ, ജീവനായി ക്രിസ്തു വിടുമ്പോൾ അവനോട് കൂടെ യേശു ക്രിസ്തുവിനുള്ള അതേ തേജസ്സോടുകൂടെ നമ്മൾ വെളിപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേ തേജസ്സോടുകൂടെ വെളിപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയെല്ലാം ഈ വചനത്തിൽ കൂടെ നാം അർത്ഥമാക്കുന്നത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അത്യന്തം തേജസ്സോടുകൂടി നിത്യമായ ഒരു ജീവനിലേക്കാണ് സൃഷ്ടിക്കപ്പെട്ടത്. നമ്മുടെ പാപം മൂലം നാം അത് നഷ്ടപ്പെടുത്തി. പിശാചിന് കയറി ഇറങ്ങുവാൻ തക്കവണ്ണം, നമ്മെ നശിപ്പിക്കത്തക്കവണ്ണം ഒരു ജഡീയ അവസ്ഥയിലേക്ക് നാം വീണുപോയി.
അപ്പോൾ നമ്മുടെ ഉള്ളിലെ പിശാച് കയറുവാൻ തക്കോണം, കയറി ഇറങ്ങുവാൻ തക്കോണം പറ്റുന്നതായ ഒരു ജഡീയ അവസ്ഥയിലേക്ക്, തേജസ് നഷ്ടപ്പെട്ട് പാപം ചെയ്യുവാൻ കഴിയുന്ന, പാപത്തിന് അടിമപ്പെടത്തക്കമുള്ള, പിശാചിന് കയറി ഇറങ്ങി എന്തും കാണിക്കുവാൻ തക്കമുള്ളതായ ഒരു ജഡിക ശരീരത്തിലേക്ക് നമ്മൾ വീണുപോയി. അതുകൊണ്ടാണ് റോമർ 3:21 പറയുന്നത്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. എല്ലാവരും പാപം ചെയ്ത്, ആ പാപത്തിൻ്റെ കാഠിന്യത അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അപ്പോൾ ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയാൽ തീർച്ചയായിട്ടും നമ്മൾ പാപം ചെയ്യും. അപ്പോൾ ഏദൻ തോട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ആ ദൈവ തേജസ്സാണ്, ആ തേജസ്കരിക്കപ്പെട്ട ശരീരമാണ്. എത്ര വേദനയോടുകൂടിയാണ് അപ്പോസ്തലനായ പൗലോസ് ഇത് പറയുന്നത്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായിത്തീർന്നു. ഈ വചനം കൂടെ എല്ലാം ഞാൻ ധ്യാനിക്കുമ്പോൾ അർത്ഥമാക്കുന്നത്, ദൈവം നമ്മെ അത്യന്തം തേജസ്സോടുകൂടിയാണ് സൃഷ്ടിച്ചത്, ദൈവത്തോടുകൂടെ എന്നേക്കും വസിക്കേണ്ടതിനാണ് സൃഷ്ടിച്ചത്. എന്നാൽ ഇപ്പോൾ നാം രോഗത്തിലും പാപത്തിലും പൈശാചിക ബന്ധനത്തിലും മരണത്തിലും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ നിന്ന് നാം വിടുതൽ പ്രാപിച്ച് പഴയ സ്വർഗീയ അവസ്ഥയിലേക്ക് എന്നേക്കും ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന് യേശു സ്വർഗത്തു നിന്ന് ഇറങ്ങി വന്ന നമ്മെപ്പോലെ ഒരുവനായി തൻ്റെ ജഡത്തെ തൻ്റെ ക്രൂശമരണത്താൽ നീക്കി പുതിയൊരു മനുഷ്യനാക്കി, പുതിയൊരു സൃഷ്ടിയാക്കി നമ്മളെ തീർത്തു. 2 കൊരിന്ത്യർ 5:17 പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി, ഇതാത് പുതുതായി തീർന്നിരിക്കുന്നു. അതുതന്നെ കൊലോസ്യർ 3:9-10 വാക്യത്തിൽ വരുമ്പോൾ, നിങ്ങളുടെ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മളൊരു പുതിയ മനുഷ്യനായി തീർന്നിരിക്കുന്നു. ഇതിനു വേണ്ടിയാണ് കർത്താവ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷം 3 പറയുമ്പോൾ നമുക്കറിയാം, നിക്കോദീമോസിനോട് യേശു സംസാരിക്കുന്ന ഭാഗമാണ്. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില വാക്യങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 3 വാക്യത്തിൽ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. നിങ്ങൾ പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുകയിൽ ആശ്ചര്യപ്പെടരുത്. യോഹന്നാൻ 3:5-6 വാക്യമാണ് വായിച്ചത്. അവിടെ എഴുതിയിരിക്കുക, നിങ്ങൾ പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. പ്രിയമുള്ളവരെ, ഒരു പുതുതായിട്ടുള്ളൊരു ജനനം വേണ്ടി വന്നത് നമ്മൾ പാപത്തിൽ വീണ് പാപത്തിൻ്റെ മരണത്തിൻ്റെയും പ്രമാണത്തിൻ്റെ കീഴിലായതുകൊണ്ട് അതിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് പിശാചിൻ്റെ അടിമത്തത്തിന് കീഴിൽ നമ്മളെ വിടുവിച്ച് പാപത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് വിടുവിച്ച് പഴയ സ്വർഗീയ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ പുതുതായി ജനിക്കണം. യോഹന്നാൻ 1:14 വാക്യം നമുക്കറിയാം, സുപരിചിതമായ വാക്യമാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞവനായ നിങ്ങളുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അവിടെ എഴുതിയിരിക്കുക, ഞങ്ങൾ അവൻ്റെ തേജസ്, യേശുക്രിസ്തുവിൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അങ്ങനെ നാം യേശുവിൽ വിശ്വസിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാന വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. റോമർ 10:9 വാക്യത്തിൽ, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുന്ന ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഒന്നുമില്ല, ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഈ വീണ്ടും ജനനം, ഈ രക്ഷ സൗജന്യമാണ്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, യേശു കർത്താവ് എന്ന വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് നീ ഹൃദയത്തിൽ വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. യോഹന്നാൻ 1:12 നമ്മൾ കാണുന്നത്, യേശുവിനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ യേശു അധികാരം കൊടുത്തു. ദൈവമക്കളാകുവാൻ അധികാരം. ആ പഴയ സ്വർഗീയ അവസ്ഥയിലേക്ക്, ആ തേജസ്സിൻ്റെ അവസ്ഥയിലേക്ക് ഹല്ലേലൂയ നമ്മൾ എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കും. നമ്മൾ യേശുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ച് രക്ഷകനായിട്ട് സ്വീകരിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ ഉൾക്കൊള്ളുമ്പോൾ, കർത്താവിനായിട്ട് സമർപ്പിക്കപ്പെടുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ യേശുവിൻ്റെ മക്കളായി തീരുമ്പോൾ ആ പഴയ തേജസ്സിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുക. അതിനാണ് യേശു ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഫിലിപ്പിയ കൈസരിയ ഗ്രാമത്തിൽ വെച്ച്
മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നാണ് നമ്മുടെ ബൈബിളെല്ലാം എഴുതിയിരിക്കുന്നതിൻ്റെ ഒറിജിനൽ ഹീബ്രു ഗ്രീക്ക് ഭാഷയിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ എക്ലീസിയായെ പണിയും. എക്ലീസിയ എന്ന വാക്കിൻ്റെ അർത്ഥം വിളിക്കപ്പെട്ടവർ എന്നാണ്. എന്നിട്ട് അത് എഴുതി വെച്ചിട്ട് ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ പറയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. എക്ലീസിയ എന്നുള്ളതിന് വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരുന്നു എങ്കിൽ നമുക്കതിൻ്റെ അർത്ഥം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അവിടെ റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം, റോമർക്കെഴുതിയ ലേഖനം അപ്പോസ്തലൻ എഴുതിയ ആദ്യത്തെ ലേഖനമാണ്. ആ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവരിൽ ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട, അവർ രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനം പ്രാപിച്ച വിശ്വാസികളായവർക്ക് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത് വിളിക്കപ്പെട്ടവർ, എക്ലീസിയായ. വീണ്ടും നമ്മൾ കാണുന്നത് 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അവിടെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസ് എന്നാണ് ലേഖനം തുടങ്ങുന്നത്. വിളിക്കപ്പെട്ടവരാണ് വിശുദ്ധന്മാർ. 2 കൊരിന്ത്യർ 1:1, ഫിലിപ്പിയർ 1:1, കൊലോസ്യർ 1:1, അവിടെ എല്ലാം എഫേസ്യർ 1:1 വിശ്വാസികളായവർക്ക് എഴുതുന്നത്, 1 പത്രോസ് 1:2 വൃതന്മാരായവർക്ക് എഴുതുന്നത്, പിന്നെ 2 പത്രോസ് 1:1 വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. അവസാനം ലേഖനങ്ങളുടെ എല്ലാം അവസാനത്തെ ലേഖനമായ യൂദായുടെ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, യൂദായുടെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ എത്തുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ട, ഇവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന വിളിക്കപ്പെട്ടവർ എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. പിശാചിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് വിടുവിച്ച് യേശുക്രിസ്തുവിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ട, പ്രത്യേകമായിട്ട് വേർതിരിച്ച വൃതന്മാരായവർ, വിശ്വാസികളായവർ, ദൈവമക്കളായവർ, അവരെ കൊടുത്തിരിക്കുന്ന പദം വിളിക്കപ്പെട്ടവരെന്ന്. ദൈവത്തിൻ്റെ ഒരു കൂട്ടമായ കർത്താവിൻ്റെ 2-ാമത്തെ വരവെങ്കിൽ തേജസ്കരിക്കപ്പെട്ട ശരീരം പ്രാപിക്കേണ്ടതിന് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പണ്ട് നഷ്ടപ്പെട്ടു പോയ അതേ തേജസ് നമുക്ക് മടക്കി ലഭിക്കുന്നതിന് വേണ്ടി വീണ്ടും ജനം പ്രാപിച്ച ദൈവമക്കളെ ഇവിടെ എഴുതിയിരിക്കുന്ന സൂക്ഷിക്കപ്പെട്ട് ഇരിക്കുന്ന വിളിക്കപ്പെട്ടവർ. അവരെ തൊടുവാനും അവരെ ശക്തിക്കും കഴിയത്തില്ല. അതുകൊണ്ടാണ് യേശു മത്തായി 16:18 പറഞ്ഞത് പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. കാരണം പിശാചിനെ തൊടാൻ പറ്റത്തില്ല. ഒരു ദൈവ പൈതലിനെയും പിശാചിനെ തൊടാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാമോ? അതിനു വേണ്ടിയിട്ടാണ് യേശു കാൽവറിയിൽ രക്തം ചൊരിഞ്ഞത്. പിശാച് നമ്മെ തൊടാതിരിക്കേണ്ടതിനും നാം പാപത്തിലും രോഗത്തിലും വീണ് നശിക്കാതിരിക്കേണ്ടതിനും നമുക്ക് വിശ്വാസത്താലുള്ള ഒരു തേജസ്സിൻ്റെ വസ്ത്രം ലഭിക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ പ്രാപിക്കും നാൾ വരെയും നമ്മെ കാത്തു സൂക്ഷിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ജീവനുള്ള രക്തത്താലത്രേ. യൂദായുടെ ലേഖനത്തിൽ 1:1 അതാ പറഞ്ഞത്, ഇവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന വിളിക്കപ്പെട്ടവർക്ക് എഴുതിയിരിക്കുന്നത്. 1 യോഹന്നാൻ്റെ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണുന്നത്, അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മളെ ശുദ്ധീകരിക്കുന്നതായ യേശുവിൻ്റെ രക്തം, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിനാൽ അന്ധകാര ശക്തികളിന്മേൽ അതിമഹത്തായ ശക്തിയും ജയവും നമുക്കുണ്ട്. എന്നാൽ അത് നമ്മിൽ പ്രകടമാകേണ്ടതിന് നാം യേശുവിൻ്റെ രക്തത്തിൽ അഭയം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. യേശുവിൻ്റെ രക്തത്തിൻ്റെ കീഴിൽ നമ്മളായിത്തീരുമ്പോൾ മാത്രമാണ് നമുക്ക് അനുദിനം നമ്മളെ ജയോത്സവമായി നടത്തുന്നത്. അപ്പോൾ യേശുവിൻ്റെ രക്തം നമ്മുടെ ജഡിക ശരീരത്തിന്മേൽ, ഇപ്പോഴുള്ള നമ്മുടെ ശരീരത്തിന്മേൽ ഉപയോഗിക്കുവാൻ നാം അറിഞ്ഞിരിക്കണം. ഏദൻ തോട്ടത്തിൽ വെച്ച് പിതാവായ ദൈവം ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ അവർക്കൊരു തേജസ്കരിക്കപ്പെട്ട ശരീരം ഉള്ളതുകൊണ്ടാണ് പിശാചിന് അവരെ തൊടുവാൻ കഴിയാതെ പോയത്. ആ നഷ്ടപ്പെട്ടു പോയ തേജസ്സിനെ ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിങ്കൽ നാം പ്രാപിക്കുന്ന നിമിഷം വരെയും നമ്മെ സൂക്ഷിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ യേശുവിൻ്റെ രക്തത്തിനാൽ കർത്താവിൻ്റെ 2-ാമത്തെ വരവ് വരെയും നമ്മളെ മൂടി മറച്ചിരിക്കുക. ഈ രക്തം നമ്മിൽ പ്രാപിക്കേണ്ടതിന് നാം യോഗ്യതയുള്ളവരായി തീരണമെന്ന് മാത്രം യേശു പറഞ്ഞത്. അതുകൊണ്ടാണ് യോഹന്നാൻ 3:3 നിങ്ങൾ പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് വീണ്ടും ജനനം അത് മസ്റ്റാണ്. വീണ്ടും ജനനം ഏറ്റവും അത്യാവശ്യമാണ്. വീണ്ടും ജനിക്കുമ്പോൾ മാത്രമാണ്
പിശാചിൻ്റെ അന്ധകാരത്തിൽ നിന്ന് അടിമത്തെ കീഴിൽ നിന്ന് നമ്മൾ വിടുവിച്ച സ്നേഹസൂര്യനായ പുത്രൻ്റെ രാജ്യത്തിലേക്കായി തീർന്നത്. അതിൻ്റെ 3:6 യോഹന്നാനിൽ നമ്മൾ കാണുന്നു, ജഡത്താൽ ജനിച്ച ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകും. യേശു ക്രിസ്തുവിൽ നാം വിശ്വസിച്ച് വീണ്ടും ജനം പ്രാപിക്കുമ്പോൾ യേശു നമ്മെ തൻ്റെ രക്തത്താൽ വെടിപ്പാക്കി പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിടുക. ഇപ്പോൾ എഫേസ്യർ 1:13-14 വാക്യം. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷമെന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പോഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അവകാശത്തിൻ്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. വീണ്ടും ജനിച്ച് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്ന ഒരു ദൈവവൈതലിനെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചെങ്കിൽ മാത്രമേ യേശുവിൻ്റെ രക്തം നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കത്തുള്ളൂ. പിശാച് നമുക്ക് എതിരെ വിവിധ തരത്തിലുള്ള ആളുകളിൽ കൂടെയും പ്രയോഗിക്കുന്ന എല്ലാ ശക്തികൾക്കും ശത്രുതയ്ക്കും വെറുപ്പിനും പാപത്തിനും യേശുവിൻ്റെ രക്തം നാം ഉപയോഗിക്കുവാനായിട്ട് പഠിക്കണം. നമുക്കെതിരെ വരുന്ന എല്ലാ അശുദ്ധാത്മാവിനെതിരായും ചിന്തകൾക്കെതിരായും യേശുവിൻ്റെ രക്തം തളിക്കപ്പെടണം. നമ്മിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ തരത്തിലുള്ള ചിന്തകളിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നതാണ്. നാം കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക. 2 പത്രോസിൽ 1-4 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവയാൽ അവൻ യേശു നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ്റെ മുഖത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ഇങ്ങനെയുള്ളതായ എല്ലാ വെറുപ്പിനും അന്ധകാരത്തിനും എല്ലാവിധമായ ലോകത്തിൻ്റെ ചിന്തകളിൽ നിന്നും നമ്മളെ വിടുവിച്ച് യേശു ക്രിസ്തുവിന് അനുരൂപമായിട്ടുള്ള ഒരു ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരും. മത്തായി എഴുതിയ സുവിശേഷം 5-8 വാക്യത്തിൽ കർത്താവിൻ്റെ വലപ്രസംഗത്തിൽ പറയുക, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധി അതൊരു യോഗ്യതയാണ്. ആർക്കും നമ്മെ ശുദ്ധീകരിക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ നമ്മുടെ ദൈവശുശ്രൂഷകന്മാർക്കോ ബിഷപ്പുമാർക്കോ അച്ഛന്മാർക്കോ പാസ്റ്റർമാർക്കോ അല്ല ഒരു ഡോക്ടർക്കോ അല്ല ഒരു സൈക്യാട്രിസ്റ്റിനോ നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയുന്നതല്ല. ഇതിനെയെല്ലാം ജയിക്കാൻ കഴിയുന്നത് ഒറ്റ മാർഗ്ഗമുള്ളത് യേശുവിൻ്റെ രക്തമാണ്. അപ്പോസ്തലപ്രവൃത്തി 1-8 വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും സമരയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ പ്രിയമുള്ളവരെ, ഇതിനെല്ലാം നമ്മളെ ജയിക്കുവാൻ നമ്മളെ സാധ്യമാക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. യേശുവിൻ്റെ രക്തം സകല പൈശാചിക ശക്തിയുടെ മേലും നമുക്ക് ജയം തരും. ജഡത്തിൻ്റെ സകല പ്രവൃത്തികളിൽ നിന്നും വിടുതൽ പ്രാപിക്കുകയും ചെയ്യും. ഗലാത്യർ 5:19 നമ്മൾ വായിക്കുന്നുണ്ട്, ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്കം, ക്രോധം, ശാഠ്യം, ദുന്നപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കുത്ത് മുതലാവായി എന്ന് വെളിവാകും. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ഈ തരത്തിലുള്ള ജഡീയ പ്രവർത്തികളിൽ നിന്ന് നാം വിടുതൽ പ്രാപിക്കുന്നത് യേശുവിൻ്റെ രക്തമാണ്. യേശുവിൻ്റെ രക്തത്താലാണ്. വീണ്ടും ജനം പ്രാപിച്ച സകല ദൈവമക്കളും യേശുവിൻ്റെ രക്തത്തെ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രയോഗമാക്കുവാൻ കഴിയണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ശാരീരികമായ രോഗങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, ഏതെല്ലാം വ്യക്തികൾ നമുക്കെതിരെ വന്നാലും അവിടെയെല്ലാം യേശു ക്രിസ്തുവിൻ്റെ രക്തം ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലാണ് നമ്മൾ വിടുതൽ പ്രാപിക്കുന്നത്. എഫേസ്യർ 4:27 പറയുന്നുണ്ട്, പിശാചിന് ഇടം കൊടുക്കരുതെന്ന് എഴുതിയിരിക്കുന്നു. പിശാചിന് ഇടം കൊടുക്കുവാൻ നാം കഴിയാതിരിക്കുന്നത് യേശുവിൻ്റെ രക്തം നമ്മിലൂടെ ഒഴുകുമ്പോഴാണ്. യേശുവിൻ്റെ രക്തത്താലാണ് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായി തീരുന്നത്. രക്തമാണ് നമ്മളെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുന്നത്. 2 കൊരിന്ത്യർ 5:17 പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി, കണ്ടാലും സർവവും പുതുതായി തീർന്നിരിക്കുന്നു. പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക്
ഏദൻ തോട്ടത്തിലെ യഹോയാദെ മനുഷ്യനെ സൃഷ്ടിച്ച അതേ സൃഷ്ടിയുടെ ആ തേജസ്സിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ്. പഴയ സകലതും ക്രിസ്തുവിൻ്റെ രക്തത്താൽ തുടച്ച് നീക്കപ്പെട്ടിട്ട് നാം പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുന്നു. പഴയതിന് നമ്മിലൊരു സ്ഥാനവുമില്ല. അതുകൊണ്ട് യേശുവിൻ്റെ രക്തത്താൽ അത് നമ്മിൽ നിന്ന് നീങ്ങിപ്പോയിരിക്കുന്നു. മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിച്ചതും നമ്മുടെ ജീവിതത്തെ പ്രയാസപ്പെടുത്തിയതെല്ലാം യേശുവിൻ്റെ രക്തത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരിക. നമുക്ക് അതിൽ നിന്ന് ജയിക്കാൻ നമുക്ക് കഴിയത്തില്ല. യേശുവിൻ്റെ രക്തവും വചനവും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുവാനായിട്ട് നാം പഠിക്കണം. നമ്മുടെ ജീവനേക്കാൾ അധികമായിട്ട് യേശുവിനെ സ്നേഹിക്കരുത്. യേശുവിൻ്റെ രക്തത്തിൽ അഭയം തേടുക. നിൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് യേശുവിൻ്റെ രക്തമാണ്. ഇന്ന് പലരും വിടുതൽ പ്രാപിതനേക്കാൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് എന്താണെന്നറിയാം? സിമ്പതിയാസ്, സഹതാപം കാംക്ഷിക്കുന്നവരാണ്. ദൈവം നിങ്ങളുടെ സഹതാപത്തിൽ സന്തോഷിക്കുന്നില്ല. നിനക്ക് പകരമായി യേശു നിൻ്റെ വേദനകളെയും രോഗങ്ങളെയും ചുമന്നുകൊണ്ട് നിന്നെ സൗഖ്യമാക്കി പൂർണ്ണയുള്ളതാക്കുവാനായിട്ടാണ് യേശു ആഗ്രഹിക്കുന്നത്. അവിടെ വചനത്തിൽ നമ്മളതാ വായിക്കുന്നത്. അവൻ്റെ അടിപ്പിണറുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 83 അധ്യായം 5 വാക്യത്തിൽ പറയുന്നു, എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോസ്തലനായ പത്രോസ് 1 പത്രോസ് 2:24 അത് എടുത്ത് പിന്നെയും പറയുകയാണ്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ അടിപ്പിണറുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. രോഗങ്ങൾ പിശാചിൽ കൂടിയാണ് വന്നിരിക്കുന്നത്. രോഗത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ശരിക്കും നമ്മൾ പിശാചിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. എഫേസ്യർ 6:11 പറയുക, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർക്കും ധരിച്ചുകൊള്ളുവീൻ. യാക്കോബിൻ്റെ ലേഖനം 4 അധ്യായം 7 വാക്യത്തിൽ വരുന്നു, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. യേശുവിൻ്റെ രക്തത്താലുള്ള മഹത്വകരമായ ശക്തിയെപ്പറ്റി നാം തിരിച്ചറിയണം. ഇതേ ശക്തി തന്നെയാണ് യേശു പിശാചിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് പ്രയോഗിച്ചത്. രക്തത്താലുള്ള യേശുവിൻ്റെ നാമമാണ് വളരെ ശക്തിയുള്ളതാണ്. രക്തത്താലുള്ള യേശുവിൻ്റെ നാമം. 1 പത്രോസ് 5:9 ലോകത്തിൽ നിങ്ങൾക്ക് സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുമെന്നറിഞ്ഞ് വിശ്വാസ സ്ഥിരമുള്ളവരായി അവനോട്, അതായത് പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. മത്തായിയുടെ സുവിശേഷം 8 അധ്യായം 29 വാക്യത്തിൽ ഗദനേര ദേശത്തിലെ 2 ഭൂതഗ്രസ്തർ ഭയന്ന് നിലവിളിച്ച് വരുന്നൊരു ഭാഗമുണ്ട്. അതുതന്നെ മർക്കോസിൻ്റെ സുവിശേഷം 5 അധ്യായം 1 മുതൽ 20 വാക്യത്തിലുണ്ട്. ഗദനേര ദേശത്തെ ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് പുറപ്പെട്ടു വന്ന് യേശുവിനെ കണ്ടുമുട്ടുന്നൊരു ഭാഗമാണ്. അതിൻ്റെ 5 അധ്യായത്തിൻ്റെ മർക്കോസ് 5 അധ്യായത്തിൻ്റെ 15 വാക്യത്തിൽ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട്. ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ വസ്ത്രം ധരിച്ചും സുബോധം കൊണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. പന്നികളെ മേയിക്കുന്നവർ ഓടിച്ചെന്നു പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ടു യേശുവിൻ്റെ അടുക്കൽ വന്നു. ലഘുവൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം കൊണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. ഒരു മനുഷ്യനിൽ പിശാച് ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തി അവരെ നഗ്നരാക്കിയാണ്. ഏദൻ തോട്ടത്തിൽ നിന്ന് തുടങ്ങിയതാണ്. ഇന്നും അത് തുടർന്നു കൊണ്ടുപോയിരിക്കുക. ഏദൻ തോട്ടത്തിൽ ആദ്യം ചെയ്ത പണി അതാണ്. അനുസരണക്കേടുകൾ പാപം ചെയ്തപ്പോൾ ആദാമും ഹവ്വയും നഗ്നരായി. ഇന്നത്തെ ആധുനിക ലോകത്ത് അത് തന്നെയാണ് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. മനുഷ്യൻ്റെ ശരീരം ഒരു പ്രദർശന വസ്തുവല്ല, അത് ദൈവത്തെ പ്രതിദാനം ചെയ്യുന്ന തേജസ്സിൻ്റെ ശരീരമാണ്. അപ്പോൾ നാം നമ്മുടെ നഗ്നത പ്രദർശിപ്പിക്കുന്നത് പിശാച് നമ്മിലേക്ക് ആവസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി തുറന്നു കൊടുക്കുക. ഒരു വ്യക്തി തൻ്റെ ഭവനം വിട്ട് പുറത്തോട്ട് പോകുമ്പോൾ അവൻ തൻ്റെ ശരീരത്തെ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം പുറത്തിറങ്ങുവാൻ. നഗ്നത പ്രദർശിപ്പിച്ചാൽ തീർച്ചയായിട്ടും പിശാച് നിൻ്റെ ഉള്ളിൽ കടക്കും. നീ പാപത്തിൽ വീഴും. നിൻ്റെ നഗ്നത കണ്ട് മറ്റുള്ളവരും പാപത്തിൽ വീഴുകയും ചെയ്യും. അപ്പോൾ പിശാച് സന്തോഷിക്കുകയും ചെയ്യും. മത്തായിയുടെ സുവിശേഷം 5 അധ്യായത്തിൻ്റെ 6, 7 5 അധ്യായം 6 അധ്യായം 7 അധ്യായങ്ങളും നമ്മൾ വായിച്ചാൽ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് സ്വർഗരാജ്യത്തിൻ്റെ ഭരണഘടനയാണ്, കോൺസ്റ്റിറ്റ്യൂഷനാണ്. കിങ്ഡം ഓഫ് ഗോഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ്.
കർത്താവിൻ്റെ മലപ്രസംഗം എന്ന് നമ്മൾ പറയും. വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. മത്തായി 5-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ വരുമ്പോൾ നമുക്ക് കാണാം, ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നതിനെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി. നമ്മുടെ മലയാള ഭാഷയിൽ പറയുന്ന റോഡിൽ നിന്നുകൊണ്ടുള്ള വായ്നോട്ടം ശരിക്കും ചിന്തിച്ചാൽ കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും വ്യഭിചാരം ചെയ്യുന്നതാണ്. ഇതിന് വിധേയപ്പെടുമ്പോൾ പിശാച് നമ്മിൽ പ്രവർത്തിക്കേണ്ടതിന് നമ്മൾ വഴി തുറന്നു കൊടുക്കുകയാണ്. ഇതിന് ഡോർവേ എന്ന് പറയും. പിശാച് ഉള്ളിൽ പ്രവേശിച്ചാൽ ബാക്കി പിശാച് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പിശാചിനറിയാം എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? നമ്മൾ ആ ഭരണഘടന വായിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റത്തേയില്ല. അതിന് നമ്മളെ സാധ്യമാക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. അതുമാത്രമല്ല, വിശ്വാസത്താൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള നീതിയൻ വസ്ത്രം നമ്മൾ ധരിക്കുമ്പോഴാണ്. ഉൽപ്പത്തി 3:21 ചുമ്മാ ഏദൻ തോട്ടത്തിൽ നിന്ന് ആദാമിനെ ഹവ്വായെ പുറത്താക്കി വിട്ടതല്ല യഹോവ ദൈവം. യഹോവ ദൈവത്തിൻ്റെ ഉള്ള് തകർന്നു പോയിട്ടാണ്. കാരണം തൻ്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിലും അതിമനോഹരമായ തേജസ്സോടുകൂടെ സൃഷ്ടിച്ച ആദാമും ഹവ്വായും അവർ നഗ്നരാണെന്ന് അവർ പറഞ്ഞപ്പോൾ തകർന്നു പോയത് പിതാവായ ദൈവത്തിൻ്റെ മനസ്സാണ്. അവിടെ എഴുതിയിരിക്കുന്നു, യഹോവയായ ദൈവം ആദാമനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. അവരെ ഒരു വസ്ത്രം ധരിപ്പിച്ചിട്ടാണ്. അത് ലോകപ്രകാരമുള്ള ഒരു വസ്ത്രമാണ് ധരിപ്പിച്ചത്. തോൽ കൊണ്ടുള്ളൊരു ഉടുപ്പാണ് ആദാമിനെ ഹവ്വായും ദൈവം ഉടുപ്പിച്ചത്. അത് തീർച്ചയായിട്ടും ഏതെങ്കിലും മൃഗത്തിൻ്റെ തോലായിരിക്കും, ചിലപ്പോൾ ആടിനെ ആയിരിക്കാം, എന്തോ ആയിക്കൊള്ളട്ടെ. അതൊന്നും അവിടെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള തോൽ കൊണ്ടുള്ളൊരു ഉടുപ്പ് ധരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ തോൽ കൊണ്ട് മേത്രമായ ഒരു വസ്ത്രം ഉണ്ടാക്കുവാൻ യഹോവയായ ദൈവത്തിന് കഴിയും. മറ്റൊരു രീതിയിലുള്ള വസ്ത്രമല്ല ഉണ്ടാക്കിയത്. മനുഷ്യൻ്റെ അല്ലെങ്കിൽ മൃഗത്തിൻ്റെ പുറമേയുള്ള ഒരു ശരീരത്തെ മൂടി മറയ്ക്കുന്ന ഒരു കവചമാണ് തോൽ. തോൽ അല്ലെങ്കിൽ തൊലി എന്ന് പറയുന്നത് ശരീരത്തിലുള്ള രക്തം വാർന്നു പോകാതിരിക്കേണ്ടതിന് സംരക്ഷിക്കപ്പെടുന്ന ഒരു കവചമാണ്. അതിന് തീർച്ചയായിട്ടും രക്തത്തിൻ്റെ മണമുണ്ട്. അങ്ങനെയുള്ളൊരു കവചമായ ഉടുപ്പാണ് നഗ്നത മറയ്ക്കുന്നതിന് ആദാമനും ഹവ്വായ്ക്കും കൊടുത്തത്. അവരെ ഏദൻ തോട്ടത്തിൽ പുറത്താക്കിയപ്പോൾ യേശുക്രിസ്തുവിലെ ക്രൂശിലെ യാഗത്തിന് ശേഷം വിശ്വാസത്താൽ ഈ ദുഷ്ടലോകത്തിൽ ജയത്തോടെ ജീവിക്കേണ്ടതിന് നമുക്കും രക്തത്താൽ ഒരു നീതിയൻ വസ്ത്രം അണിയിച്ചിരിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് യഹോവ ദൈവം ഏദൻ തോട്ടത്തിൽ ആദാമനും ഹവ്വായും പുറത്താക്കിയപ്പോൾ തോൽ കൊണ്ടുള്ള ഒരു വസ്ത്രം ധരിപ്പിച്ചിട്ട് വേണം അവരെ പുറത്താക്കിയത്. കാരണം ആദാമും ഹവ്വായും നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവുമാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 61-ാം അധ്യായം 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും. എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു. നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി, നീതി എന്ന വസ്ത്രം ഇടുവിച്ചിരിക്കുന്നു. യേശു നിൻ്റെ പാവങ്ങളെ എടുത്തു കളഞ്ഞിട്ട് നീതിയൻ വസ്ത്രം ഇടുവിച്ചിരിക്കുന്നു. എഫേസ്യർ 4-ാം അധ്യായം 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുക. പുതിയ മനുഷ്യനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ നീതിയൻ വസ്ത്രം ധരിക്കുക എന്നാണ്. യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും മൂടി മറച്ചിട്ട് നമ്മെ സംരക്ഷണം ചെയ്യേണ്ടതിന് നീതിയൻ വസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു നീതിയൻ വസ്ത്രം ലഭിച്ചിരിക്കുന്നു. അത് ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചിട്ടിട്ട് വിശ്വാസത്താൽ യേശുവിൻ്റെ രക്തത്താലുള്ള നീതിയൻ വസ്ത്രം നാം ധരിക്കണം. അതിനുശേഷം മാത്രമേ നാം നമ്മുടെ മുറി വിട്ട് വെളിയിലേക്ക് പോകാൻ പാടുള്ളൂ. നമ്മുടെ ദൈനംദിന ജോലിയിലും മറ്റു കാര്യങ്ങൾ നമ്മൾ ഏർപ്പെടേണ്ട സകലത്തെയും യേശുവിൻ്റെ നീതിയൻ വസ്ത്രം നമ്മൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ രക്തത്തിന് കീഴിലാക്കുവാൻ നമുക്ക് കഴിയും. അപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന സകല വ്യക്തികളെയും യേശുവിൻ്റെ രക്തത്തിൻ്റെ കീഴിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ കർത്താവ് നമ്മളെ ജയോത്സവമായിട്ട് നടത്തുക തന്നെ ചെയ്യും. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് കൊരിന്ത്യയിലെ വിശ്വാസികൾക്ക് എഴുതിയ ലേഖനത്തിൽ
ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 6 അധ്യായം 3 മുതൽ 10 വരെയുള്ള വാക്യമാണ്. തിരുവനന്തപുരം ഇങ്ങനെ അത് എഴുതിയിരിക്കുന്നത്: ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ച ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് അപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ 2 കൈയിലും നീതിയുടെ ആയുധങ്ങൾ ധരിക്കുന്നു. ദൈവത്തിൻ്റെ ശുശ്രൂഷ നിവർത്തിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങളോ വേദനപ്പെട്ടിരിക്കുന്ന നമ്മുടെ മനസ്സാക്ഷിയോ തടസ്സമാകുന്നില്ല. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിലേക്ക് പിശാചിൻ്റെ ഒരു ആക്രമണവും നമ്മളെ തടസ്സപ്പെടുത്തുന്നില്ല. കാരണം കർത്താവ് നമ്മുടെ പാപത്തെ കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു. യേശു നമ്മുടെ അടിസ്ഥാനവും നീതിയുടെ ആയുധങ്ങളുമായി തീർന്നിരിക്കുന്നു. നമ്മൾ ക്രിസ്തുവിലായി തീർന്നതുകൊണ്ട്, നമ്മുടെ മനസ്സാക്ഷി കഴുകപ്പെട്ടതുകൊണ്ട്, യേശുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടതുകൊണ്ടും നമുക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ക്രിസ്തുവിൻ്റെ നീതീകരണത്തിലും ശുദ്ധീകരണത്തിലും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. കർത്താവ് യേശുവിനോട് അന്നത്തെ റോമൻ ഭരണാധികാരികളും യഹൂദന്മാരും ചെയ്തത് നാം ശ്രദ്ധിക്കുമല്ലോ. മത്തായി എഴുതിയ സുവിശേഷം അവസാന ഭാഗം 27 അധ്യായത്തിൻ്റെ 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ പറഞ്ഞിരിക്കുന്നു: അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവൻ്റെ നേരെ വരുത്തി അവൻ്റെ വസ്ത്രം അഴിപ്പിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു, മുള്ളുകൊണ്ട് ഒരു കിരീടവും മടഞ്ഞു അവൻ്റെ തലയിൽ വെച്ചു, വലങ്കയിൽ ഒരു കോലും കൊടുത്തു, അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ച് പറഞ്ഞു. പിന്നെ അവൻ്റെ മേൽ തുപ്പി കോലെടുത്ത് അവൻ്റെ തലയിൽ അടിച്ചു, അവനെ പരിഹസിച്ചു. തീർന്നപ്പോൾ മേലങ്കി നീക്കി സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിപ്പാൻ കൊണ്ടുപോയി. കർത്താവ് യേശുവിനോട് അന്നത്തെ റോമൻ ഭരണാധികാരികളും യഹൂദന്മാരും ചെയ്തതാണ് നാം ശ്രദ്ധിക്കുമല്ലോ. ഏദൻ തോട്ടത്തിൽ പിശാച് ആദാമിൻ്റെയും ഹവ്വായുടെയും തേജസ്സിൻ്റെ വസ്ത്രം നശിപ്പിച്ച് നഗ്നനാക്കിയതുപോലെ മനുഷ്യപുത്രനായ യേശുവിൻ്റെ വസ്ത്രം നീക്കി ചാട്ടവാറുകൊണ്ട് അടുപ്പിച്ച് ശരീരം മുഴുവനും രക്തത്തിൽ മുങ്ങിക്കുളിച്ച ഒരു യേശുവിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. യെശയ്യാ 52:14 അവിടെ എഴുതിയിരിക്കുന്ന: അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കുകൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ യേശുവിൻ്റെ വസ്ത്രം അഴിച്ച് ഒരു തൂണിമേൽ കെട്ടിയിട്ട് അതിനുശേഷം റോമൻ ചാട്ടവാറ് കൊണ്ട് യേശുവിൻ്റെ ശരീരം മുഴുവനും ഉഴുതുമറിച്ചു. തുകൽ കൊണ്ട് നീളമുള്ള ഒരു ചാട്ടവാർ, അതിന്മേൽ ആണികളും അസ്ഥികഷ്ണങ്ങളും ലോഹങ്ങളും ഒക്കെ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് അടിച്ചാൽ ശരീരത്തിൻ്റെ മാംസങ്ങൾ അടർന്നു പോകും. ഇപ്രകാരം അടിച്ചാൽ മിക്ക ആളുകളും മരണപ്പെട്ടിരിക്കും. ഹാഫ് ഡെത്ത് എന്നാണ് പറയുന്നതിന്. എന്നാൽ ഇതറിയപ്പെടുന്നത് ആദാമിനെ തുകൽ കൊണ്ട് വസ്ത്രം യഹോവയായ ദൈവം ധരിപ്പിച്ചപ്പോൾ ഇവിടെ അതേ തുകൽ കൊണ്ടുള്ള ചാട്ടവാറ് കൊണ്ട് യേശുവിൻ്റെ ശരീരം ഉഴുതുമറിയിക്കുകയാണ്. പിലാത്തോസിൻ്റെ ആസ്ഥാന മണ്ഡപം മുതൽ ഗോഗുൽത്താമലിലെ മലമുകളിൽ വരെ യേശുവിൻ്റെ രക്തം ഒഴുകിക്കൊണ്ടിരുന്നു. മത്തായി 27:35 കാണുന്നത്, അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ടു, അവൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. യേശുവിൻ്റെ മേലങ്കി അഴിപ്പിച്ചു. ഒരു നാമമാത്രമായ വസ്ത്രത്തിന് മേലാണ് യേശുവിനെ ക്രൂശിൽ തൂക്കിയത്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവ്, ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച സർവശക്തന്, സർവജ്ഞാനി, സർവവ്യാപിയായ ഹല്ലേലൂയ യേശുവിനെ ഒരു നഗ്നനാക്കിയാണ് പിശാച് ക്രൂശിന്മേൽ തൂക്കിയത്. യേശുവിൻ്റെ നഗ്നത ലോകം കാണാതിരിക്കാൻ യേശുവിനെ ക്രൂശിച്ച നാഴിക മുതൽ പ്രാണനെ വിടുന്നതുവരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. സൂര്യൻ ഇരുണ്ടുപോയി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരം പലതും ഉയർത്തെന്നേറ്റു. മന്ദിരത്തിൻ്റെ തിരിശീല അവിടെ നമ്മൾ കാണുന്നത് മേൽതൊട്ട് അടിയോളം 2 ചീന്തിപ്പോയി.
മത്തായി സുവിശേഷം 27 31 മുതൽ 36 വാക്യത്തിലാണ് നമ്മളത് കാണുന്നത്. ശരീരം മുഴുവനും രക്തത്തിൽ കുളിച്ച യേശുവാണ് ക്രൂശിക്കിടന്നത്. യേശുവിൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും ഗോഗുൽത്താ മലമുകളിൽ ഒഴുകിത്തീർന്നു. ഈ രക്തമാണ് ഇന്നും നമ്മെ പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, പൈശാചിക ബന്ധനത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ രക്തത്തിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട്, രക്തത്താളൊരു വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം ഈ ദുഷ്ടലോകത്ത് നാം ജയത്തോടെ ജീവിക്കേണ്ടത്. ഈ ദുഷ്ടലോകത്ത് നാം ജയത്തോടെ ജീവിക്കാൻ ഏറ്റവും നല്ല മാർഗം യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള അങ്കി ധരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ യേശുവിനായി ജീവിക്കുക. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നീതിയിൻ വസ്ത്രം നാം ധരിച്ചിരിക്കണം. 18-ാം നൂറ്റാണ്ടിൽ മനോഹരമായ ഒരു ഗാനമുണ്ട്. അത് ഇംഗ്ലീഷിൽ ആർ യു വാഷ്ഡ് ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ് എന്നാണ്. 1878 എലീഷ ഹോഫ്മാൻ, പെൻസിൽവാനിയ, അമേരിക്കയിൽ എലീഷ ഹോഫ്മാൻ എന്ന് പറഞ്ഞൊരു ദൈവദാസനാണ് ഈ പാട്ട് ഇംഗ്ലീഷിൽ എഴുതിയത്. അതിൻ്റെ മലയാളത്തിൽ അതേ രീതിയിൽ ഒരു ഗാനം എഴുതിയിട്ടുണ്ട്. അത് ആരാ എഴുതിയെന്നുള്ളത് കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അതും 18ാമത്തെ സെഞ്ചുറി തന്നെയാണ്. അതിൻ്റെ ചില വരികൾ ഒന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയാണ് അവിടെ പാടിയിരിക്കുന്നത്. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, പൂർണ്ണാശ്രയം ഈ നിമിഷം തൻ കൃപ തന്നിൽ വെച്ചു ശുദ്ധിയായോ നീ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നാങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. പാപക്കാറായേറ്റ അങ്കി നീ നീക്കി, കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിക്കാം. ജീവനീരൊഴുകുന്നു അശുദ്ധർക്കായി, കുളിച്ചു ശുദ്ധിയായിടുക. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നാങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. എത്ര മനോഹരമായ പാട്ടാണ്. ആത്മാവിൽ യേശുവിൻ്റെ രക്തത്താൽ കുളിച്ച്, മുങ്ങിക്കുളിച്ച്, കഴുകൽ പ്രാപിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവഭക്തന്മാർ അന്നത്തെ ആ തലമുറയിൽ പാട്ടുപാടിയത് ഓർത്തുപോവുകയാണ്. വെളിപാട് പുസ്തകം 12-ാം 9 മുതൽ 11 വാക്യത്തിൽ, അപ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസേനയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിക്കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ദൈവമക്കളെ രാവും പകലും കുറ്റം ആരോപിച്ചുകൊണ്ടിരിക്കുന്ന അപവാദിയ സാത്താനെ എന്നേക്കുമായിട്ട് തള്ളിക്കളഞ്ഞിരിക്കുന്നെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. എന്നാൽ അവർ എങ്ങനെയാണ് സാത്താനെ ജയിച്ചതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താലും ദൈവവചനത്തിൻ്റെ ശക്തിയാലും അവർ സാത്താനെ ജയിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ തലമുറയിൽ സാത്താനെ ജയിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ നീതിയൻ വസ്ത്രം നാം ധരിച്ചിരിക്കണം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം ആവുന്ന ദൈവവചനം എന്ന വാള് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. യേശുവിൻ്റെ രക്തവും ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മൻ കൃപയും നമ്മിൽ നിന്ന് വിട്ടുപോകരുത്. അവസാനമായിട്ട് ഒരു വാക്യം കൂടെ വായിച്ചിട്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുകയാണ്. വെളിപാട് പുസ്തകം 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ഒന്നുകൂടെ ഞാൻ വായിക്കാം. ഞാൻ കള്ളനെ പോലെ വരും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. കള്ളൻ വരുന്ന നാഴിക എന്തെന്നറിയാണ്ട് ഉണർന്നിരിപ്പിൻ, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. എന്നാൽ ഇവിടെ ഞാൻ മുമ്പേ ഓർപ്പിക്കുകയാണ്. മത്തായി സുവിശേഷം 5, 6, 7 ദൈവരാജ്യത്തിൻ്റെ ഭരണഘടന. ആ ഭരണഘടനയിൽ ശരിക്കും ഇതും കൂടെ ചേർക്കേണ്ടതായിരുന്നു. അന്ന് വിട്ടുപോയത് ഈ
16-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഒരു പ്രത്യേക പാരഗ്രാഫായിട്ട് സെപ്പറേറ്റായിട്ട് യേശു പറയുന്നതായിട്ടാണ് എനിക്കവിടെ അത് വായിച്ചപ്പോൾ തോന്നിയത്. അവിടെ പറഞ്ഞിരുന്നത്, ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറെ നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, ഏദൻ തോട്ടത്തിൽ നിന്ന് നമ്മളെ നഗ്നനാക്കി വെളിയിലോട്ട് വിട്ട പിശാച ഇന്നും ആ നഗ്നത തുടർന്നു കൊണ്ടേയിരിക്കുക. കർത്താവ് വരുന്ന നാഴിക എപ്പോഴും അറിഞ്ഞത്തില്ല. അതുകൊണ്ട് ആത്മാവിൽ യേശു പറയുക, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ്, തൻ്റെ വസ്ത്രം സൂക്ഷിക്കണം. പിന്നെ പറഞ്ഞിരിക്കുന്ന വാക്ക് ജാഗരിക്കണം, ശ്രദ്ധയോടെ കാക്കണം. അങ്ങനെ നടക്കുന്ന, ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ അവൻ ഭാഗ്യവാനാണ്. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യന്മാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന അതേ ഹൃദയശുദ്ധിയോടുകൂടെ ഇവിടെ പറയുകയാണ്, തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മളെത്രമാത്രം ഈ തലമുറയിൽ ശ്രദ്ധയോടെ നമ്മൾ ജീവിക്കണം. ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കൊരു നീതിയൻ വസ്ത്രം കർത്താവ് തന്നു, ഒരു തേജസ്സിൻ്റെ വസ്ത്രം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരുമ്പോൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് നമ്മൾ രൂപാന്തരപ്പെടാന്മാരാണ്. നമ്മുടെ തേജസ് പോയിട്ടില്ല. കർത്താവ് അത് കാണിച്ചു തന്നു, മോശ അത് കാണിച്ചു തന്നു, സ്തേഫാനോസ് അത് കാണിച്ചു തന്നു. ആദിമ പിതാക്കന്മാർ പലരും ആ തേജസ് അവരനുഭവിച്ചത് കാണിച്ചിരുന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നുകൊണ്ട് എടുക്കപ്പെട്ടു, കാണാതെയായി. അവരൊക്കെ ആ തേജസ് അനുഭവിച്ചവരാണ്. പ്രിയമുള്ളവരെ, ആ തേജസ് ഏദൻ തോട്ടത്തിൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ നമുക്ക് ലഭിച്ച ആ തേജസ്സേറിയ ശരീരം, അത് ദൈവം നമുക്ക് മടക്കിത്തരാൻ പോവുക. അതുകൊണ്ട് നമ്മൾ വിശുദ്ധിയിൽ, ദൈവഭയത്തിൽ, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ വസ്ത്രധാരണത്തിലും ഈ ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മനസ്സിലുള്ള പിതാവും സർവശക്തനായ ദൈവമായ കർത്താവേ, ഇത്ര മഹത്വമേറിയ ഒരു തേജസ്സിൻ്റെ ശരീരമാണ് കർത്താവേ ആദിമ പിതാക്കന്മാർ പാപം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്. എന്നാൽ ആ തേജസ്സിൻ്റെ ശരീരം ഞങ്ങൾക്ക് മടക്കി തരുവാൻ തക്കവണ്ണം പിതാവായ ദൈവത്തിന് ഞങ്ങളോട് മനസ്സോടെ തോന്നിയിട്ട് തൻ്റെ പുത്രനായ യേശുവിനെ അയച്ച് കർത്താവേ, ഞങ്ങളുടെ ജഡത്തിലായിത്തീർന്ന ഞങ്ങളുടെ ജഡീയാവസ്ഥയെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് താനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ഞങ്ങളുടെ പാപത്തിൽ നിന്ന്, ഞങ്ങളുടെ രോഗത്തിൽ നിന്ന്, ഞങ്ങളുടെ മരണത്തിൽ നിന്ന് ഞങ്ങളെ വിട്ടുവെച്ച് കർത്താവേ, ഒരു തേജസ്സിൻ്റെ ശരീരം, ഒരു നീതിയൻ വസ്ത്രം നീ ഞങ്ങളെ ധരിപ്പിച്ചതിനായിട്ട് സ്തോത്രം. ആ നീതിയൻ വസ്ത്രത്തിൽ ഞങ്ങളുടെ ശേഷിച്ചിരിക്കുന്ന ഞങ്ങളുടെ ആയുസ് നിന്നെ മഹത്വപ്പെടുത്തി നിനക്കുള്ളവരായിട്ട് ജീവിപ്പാൻ തക്കണം ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങൾ ഇന്ന് ധ്യാനിച്ച ദൈവത്തിൻ്റെ വചനത്തിലൂടെ തുടർന്ന് ഞങ്ങൾക്ക് ധ്യാനിക്കുവാൻ, ഞങ്ങൾക്കത് പഠിക്കുവാൻ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലത് എഴുതപ്പെടുവാൻ, ഞങ്ങളെ ഈ തലമുറയിൽ ആത്മാവിൽ ജീവിക്കുന്നവരാക്കി ആ തേജസ്സിന് നീതിயின் വസ്ത്രം ധരിച്ചുകൊണ്ട് നടപ്പാൻ തക്കണം ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കും. യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.